ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ദോഹയിലെ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടിലേക്കാണ്. നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ. ഇത് ഞാൻ പല തവണ കാണണമെന്ന് വിചാരിച്ചിരുന്നു, ബട്ട് ഇതങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. വാവ്, കെട്ടിടം കണ്ടാൽ തന്നെ മൗത്ത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇത് ഡെസേർട്ട് റോസ് എന്നൊരു പ്രകൃതി ദൃശ്യത്തിൽ നിന്നാണ് ഇതിൻ്റെ ഡിസൈൻ കിട്ടിയത്. പുറം ഭാഗം മുഴുവൻ മറ്റേ ജയൻറ്റ് ഡിസ്കൊക്കെ പോലെ ആർക്കിടെക്ചർ തന്നെ ഒരു ആർട്ട് പീസാണ്. ഇവിടെ കയറുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര ഫ്രഷ്നെസ്സാണ്. പുറത്ത് നിന്ന് നോക്കുമ്പോൾ ആ ജയൻറ്റ് ഡിസ്ക് ഷേപ്സ് ഉണ്ടല്ലോ, കർവ്ഡ് സ്ട്രക്ചർ, സീരിയസ്ലി മൈൻഡ് ബ്ലോയിങ്. ഫോട്ടോകളിലും വീഡിയോകളിലൊന്നും ഇത്ര ഭംഗിയായി തോന്നിയില്ല. ഇവിടെ നേരിട്ട് കാണുമ്പോൾ സ്കെയിൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇവിടെ ഖത്തർ ID, ഖത്തർ റെസിഡൻസ് ഉള്ളവർക്ക് ഫ്രീ ആണ് ഇതിൻ്റെ എൻട്രി. ടൂറിസ്റ്റുകൾക്കും മറ്റു കൺട്രിക്കാർക്കുമാണ് 50 റിയാലാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കടന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ലെറ്റ്സ് ഗോ. എൻട്രൻസിൽ തന്നെ ഒരു QR കോഡ് ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് അവിടുത്തെ ഓഡിയോ ഗൈഡ് കിട്ടും. വാവ്, വളരെ കാമായ അറ്റ്മോസ്ഫിയർ, ലൈറ്റിംഗ് സോഫ്റ്റ്, ഡിസൈൻ മിനിമൽ ബട്ട് ക്ലാസിയാണ്. മ്യൂസിയം അകത്ത് കയറുമ്പോൾ ഫീലിംഗ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഹിസ്റ്ററി പറയുന്ന ഒരു സൈലൻറ്റ് വൈബ് പോലെ. ഈ വ്ളോഗിൽ ഞാൻ മുഴുവൻ ഇൻസൈഡ് എക്സ്പ്ലോർ ചെയ്യാം. സോ സ്റ്റേ വിത്ത് മീ. ആദ്യ സെഷനിൽ ഖത്തറിൻ്റെ പ്രകൃതിയുടെ കഥയാണ്. ഡെസേർട്ട് ലൈഫ്, സീ ക്രിയേച്ചേഴ്സ്, ഫോസിൽസ്, മിനറൽസ് എല്ലാം കാണാം. മണലിനും കടലിനും ഇടയിൽ ജീവിക്കുന്ന ജനതയുടെ കഥ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഈ നാച്ചുറൽ ലവേഴ്സിനൊക്കെ ഇവിടം ഹെവൻ തന്നെയാണ്. പഴയ ഖത്തറിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ കാണാം. ബെഡുയിൻ ജീവിത രീതി, കാറ്റിനും ചൂടിനും മധ്യേ ജീവിച്ചിരുന്നത് എങ്ങനെയെന്ന് എത്ര മനോഹരമായാണ് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ഹിസ്റ്ററി ബുക്കിൽ വായിച്ചതുപോലെ, പക്ഷേ ലൈവായി കാണുമ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ് ഫീൽ. അത്ര രസകരമായിട്ടാണ് ഇവരിവിടെ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ നിങ്ങൾ? വലിയൊരു സ്ക്രീനിൽ ഇവരുടെ ജീവിത രീതികൾ എല്ലാം അവിടെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതെ, ഇവിടുന്ന് അങ്ങോട്ട് ഖത്തറിൻ്റെ ഗോൾഡൻ ചാപ്റ്ററാണ് പറയുന്നത്. അതായത് പേൾ ഡൈവിങ്. ഇവരുടെ പണ്ട് കാലത്തെ വരുമാന മാർഗം ഇതായിരുന്നു. അന്നത്തെ സമയത്ത് ഡൈവിങ് അത്ര ഡേഞ്ചറസ് ആയിരുന്നു എന്ന് ഇവിടുത്തെ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാകും. ആ പഴയ ബോട്ട്, മത്ത് പേഴ്സ്, സീരിയസ്ലി നൊസ്റ്റാൾജിക് ആൻഡ് പവർഫുൾ. യെസ്, അമേസിങ്. ഇതാണ് എന്നെ പേഴ്സണലി ഏറ്റവും ടച്ച് ചെയ്ത ഭാഗം. ഖത്തറിൻ്റെ പേൾ ഡൈവിങ് ഹിസ്റ്ററി. എണ്ണയുടെയും സ്കൈ സ്ക്രാപ്പുകളുടെയും കാലം തുടങ്ങുന്നതിന് മുൻപ് ഈ മുത്തുകളാണ് ഖത്തറിൻ്റെ അഭിമാനവും സമ്പത്തും ആയിരുന്നത്. ഇവിടെ കാണുന്ന ഈ പഴയ ബോട്ടുകൾ അന്നത്തെ കാലത്ത് 100 കണക്കിന് ഡൈവർമാരെയും സൈലർമാരെയും കടലിലേക്ക് കൊണ്ടുപോയിരുന്നവ. 1-2 മാസങ്ങൾക്ക് മുഴുവൻ അവർ കടലിനകത്തായിരിക്കും, ഫാമിലികളിൽ നിന്നും അകന്ന് ഡേഞ്ചറസ് കണ്ടീഷനിൽ. ഡൈവർമാർ ബ്രീത്തിങ് ഗിയറൊന്നുമില്ലാതെ ശ്വാസം പിടിച്ച് കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങും. കാലിൽ കല്ല് കെട്ടി, കയ്യിൽ ചെറിയ ബസ്ക്കറ്റുമായി. അത്രമാത്രം. മുത്തു കിട്ടുമോ കിട്ടാതെയോ എന്ന അൺസർട്ടനിറ്റി. അതുതന്നെയായിരുന്നു അവരുടെ ജീവിതം.
ഇവിടെ കാണുന്ന ആ പഴയ നോസ് ക്ലിപ്സ്, റോപ്പ് വെയ്റ്റ്, ഷെൽ ബാസ്ക്കറ്റ്സ് എല്ലാം റിയൽ ഹിസ്റ്ററി തന്നെയാണ്. ഇവ കാണുമ്പോൾ തോന്നും എത്ര ഡിറ്റർമിനേഷനാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പുറത്തു നിന്നും മുത്തുകൾ കാണുമ്പോൾ നമുക്ക് അത്ര സിമ്പിളായി തോന്നും. പക്ഷേ ഓരോ മുത്തിനും പിന്നിൽ ധാരാളം വിയർപ്പും ഭയവും പ്രതീക്ഷയുമുണ്ട്. പഴയ കാലത്ത് ഖത്തറിലെ ഇക്കോണമി മുഴുവൻ ഇതിലായിരുന്നു. മുത്തു വ്യാപാരം കാരണം ഖത്തറിന് ഗൾഫ് കൺട്രീസിലും ഇന്ത്യയിലും വലിയ ട്രേഡ് കണക്ഷൻ ഉണ്ടായിരുന്നു. നോക്കൂ, ഇവിടുത്തെ പേൾസ് നാച്ചുറൽ ഷൈനാണ്. ഈ ഭാഗം കാണുമ്പോൾ ലിറ്ററലി ഗൂസ് ബംസ്. ഒരിക്കൽ കടലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തോന്നും ഈ ദേശം എത്ര ഡീപ്പ് റൂട്ട്സ് ഉള്ളതാണ്. ഇത് കാണും ഫ്രണ്ട്സ്, പഴയ ഖത്തറിൻ്റെ കഥയിൽ നിന്നും ഇപ്പോൾ നമുക്ക് കടക്കാം മോഡേൺ ഖത്തറിലേക്ക്. ഇവിടെ തുടങ്ങുന്നത് രാജ്യത്തെ മുഴുവൻ മാറ്റിമറിച്ച അദ്ഭുതമായ കാലഘട്ടം, ഓയിൽ ഡിസ്കവറി. പലർക്കും അറിയില്ല, പക്ഷേ ഈ എണ്ണ കണ്ടുപിടിച്ചത് ഖത്തറിൻ്റെ ഭാവിയെ പൂർണ്ണമായി മാറ്റി. അന്ന് മണൽ ഭൂമിയിലിരുന്ന ഒരു ചെറിയ ദേശം ഇന്ന് ലോകത്തിലെ റിച്ചസ്റ്റ് മോസ്റ്റ് അഡ്വാൻസ്ഡ് നേഷൻസ് ലിസ്റ്റിലാണല്ലോ. ഇവിടെ കാണുന്ന വിഷ്വൽസ് സൂപ്പർ ഇംപ്രസീവാണ്. പഴയ ഓയിൽ ഡ്രില്ലിംഗ് റിഗ്സ്, എക്സ്പ്ലോറേഷൻ മെഷീൻസ്, ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഏർലി വർക്കേഴ്സ് എല്ലാം ഹിസ്റ്ററി പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ തോന്നും എത്ര വലിയ ട്രാൻസ്ഫോർമേഷനാണ് ഈ ദേശം കണ്ടതെന്ന്. അത് മുതൽ തുടങ്ങി ഖത്തർ സ്ലോലി ബട്ട് പവർഫുള്ളി മോഡേൺ സിറ്റിയാക്കി വളർന്നു. സ്കൈ സ്കാപ്പേഴ്സ്, എഡ്യൂക്കേഷൻ, സ്പോർട്സ്, കൾച്ചർ, സസ്റ്റൈനബിലിറ്റി എല്ലാം ആ ഓയിൽ വെൽത്തിൻ്റെ സഹായത്തോടെയായിരുന്നു ഉയർന്നത്. ഇവിടെ കാണുന്ന ഡിജിറ്റൽ സ്ക്രീൻസ് വളരെ കൂളാണ്. നിങ്ങളോട് ടച്ച് ചെയ്യുമ്പോൾ ഖത്തറിൻ്റെ ഡെവലപ്മെൻറ്റ് ടൈം ലൈൻ കാണാം. പഴയ കറുത്ത വെളുത്ത ഫോട്ടോകളിൽ നിന്ന് ഇന്നത്തെ ദോഹ സ്കൈലൈൻ. ലിറ്ററലി ഗൂസ് ബം മൊമെൻറ്റ്. എത്ര ചെറിയ സമയം കൊണ്ടാണ് ഇത്തരമൊരു മുന്നേറ്റം സാധ്യമായത്. അതാണ് മോസ്റ്റ് ഇൻസ്പയറിംഗ് പാർട്ട്. നോക്കൂ, മോഡേൺ ദോഹ സിറ്റി മോഡൽ. ഇവിടെ ടിനി ബിൽഡിംഗ്, ഗ്ലോവിങ് ലൈറ്റ്സ്. അത് കണ്ടാൽ തോന്നും വാവ്, ഇതാണ് പ്രോഗ്രസ്. ഇത് കാണുമ്പോൾ പ്രൗഡ് ഫീൽ ആകും. ഒരു രാജ്യം തൻ്റെ ട്രഡീഷൻ നഷ്ടമാകാതെ മോഡേണൈസേഷൻ എംബ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സാമ്പിളാണ്. ഇവിടെയാണ് ഫ്രണ്ട്സ് ഖത്തറിൻ്റെ കറൻസി ഹിസ്റ്ററി കാണാൻ കഴിയുന്ന സെക്ഷൻ. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും ഒരു ദേശത്തിൻ്റെ പൈസ പോലും എങ്ങനെ ഇതിൻ്റെ കഥ പറയുന്നുവെന്ന്. പഴയ കാലത്ത് ഖത്തറിൽ ഇന്ത്യൻ രൂപയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതെ, ഗൾഫ് റുപ്പി, ഇന്ത്യൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പ്രത്യേക കറൻസി. ഇവിടുത്തെ വ്യാപാരികൾ ഇന്ത്യയുമായി നടത്തിയ ബിസിനസ്സിൻ്റെ പ്രതീകം. അന്ന് ഇവിടെ ഷോപ്പുകളിൽ ഇന്ത്യൻ റുപ്പി തന്നെയാണ് സർക്കുലേറ്റ് ചെയ്തിരുന്നത്. അത് കാലത്തെ ട്രേഡ് ലിങ്ക് അത്ര ഡീപ്പായിരുന്നുവെന്ന് പറയാൻ വാക്കുകൾ പോരാ. പിന്നെ 1966 ഒരു ടേണിംഗ് പോയിന്റ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ചതോടെ ഗൾഫ് റുപ്പി പെട്ടെന്ന് മൂല്യം നഷ്ടപ്പെട്ടു. അപ്പോൾ ഖത്തർ ദുബായ് ചേർന്ന് പുതിയ കറൻസി പുറത്തിറക്കി, ഖത്തർ ദുബായ് റിയാൽ. അതൊരു പുതിയ ചാപ്റ്ററായിരുന്നു, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യതയുടെ തുടക്കം. അന്നു മുതൽ ഖത്തർ തൻ്റെ പാത തന്നെ രൂപപ്പെടുത്തി തുടങ്ങി. പിന്നെ 1971 ഖത്തർ സ്വതന്ത്ര രാഷ്ട്രമായി. അതിന് 2 വർഷം കഴിഞ്ഞ് 1973 ജനിച്ചു നമ്മുടെ സ്വന്തം കറൻസി ഖത്തർ റിയാൽ. അതുമുതൽ ഇന്ന് വരെ ഉപയോഗിച്ചു വരുന്ന കറൻസി ഇതുതന്നെ. ആ സമയത്തെ പുതിയ റിയാൽ നോട്ട്സ്, അതിൻ്റെ കാലിഗ്രാഫി, കളർ, എംബ്ലം എല്ലാം ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്നു. ഒരാശയം, ഒരു തിരിച്ചറിവ്, ഇതാ നമ്മുടെ സ്വന്തം പൈസ. ഇന്ന് ഈ റിയൽ ലോകത്തിൻ്റെ ഏറ്റവും സ്റ്റേബിൾ കറൻസികളിൽ ഒന്നാണ്. ഇത് US ഡോളറിനോട് സ്ഥിരമായി പെഗ്ഡാണ്. $1 3.64. അതുകൊണ്ട് ഖത്തറിൻ്റെ സാമ്പത്തിക ശക്തി സ്ഥിരമായും ഉറച്ചതുമായിരിക്കുന്നു.
2020 പുറത്തിറങ്ങിയ പുതിയ ബാങ്ക് നോട്ട് സീരീസ് കാണുമ്പോൾ ലിറ്ററലി ഗൂസ് ബംസ്. ഓരോ നോട്ടിലും പാരമ്പര്യവും പുരോഗതിയും ചേർന്നിരിക്കുന്നു. നാഷണൽ മ്യൂസിയം, ലുസൈൽ സ്റ്റേഡിയം, ദോവ്, പഴയതും പുതുതും ഒരുമിച്ച് പറയുന്ന ഖത്തറിൻ്റെ വിഷ്വൽ സ്റ്റോറി പോലെ. പൈസ മാത്രമല്ല ഇത് ഒരു ദേശത്തിൻ്റെ യാത്രയാണ്. ഡിസേർട്ട് സാൻഡ് മുതൽ ഡിജിറ്റൽ ഇക്കോണമി വരെ, ഫ്രം ഗൾഫ് റുപ്പി ടു ഖത്തർ റിയൽ. ദാറ്റ്സ് നോട്ട് ജസ്റ്റ് കറൻസി ചേഞ്ച്, ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറി. ഇനി നമുക്ക് ഖത്തറിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കഥ നോക്കാം. ഒരു ചെറിയ തീരദേശ ദേശം എങ്ങനെ ലോകത്തിലെ ശക്തമായ രാജ്യമാകുന്നുവെന്ന് പറയുന്ന യാത്ര. പഴയ കാലത്ത് ഖത്തർ മുത്തുശേഖരത്തിൻ്റെയും കടൽ വ്യാപാരത്തിൻ്റെയും നാടായിരുന്നു. ആ സമയത്ത് ഇവിടെ ജീവിച്ചിരുന്നത് ചെറുഗോത്രങ്ങൾ. അവരിൽ പ്രധാനമായിരുന്നു അൽത്താനി കുടുംബം. ഇവരാണ് ഇന്ന് ഖത്തറിൻ്റെ ഭരണകുടുംബം. അന്നത്തെ ഖത്തർ സിമ്പിളായിരുന്നു. മണൽ, കടൽ, മുത്ത്, അർപ്പണം. പക്ഷേ കഥയുടെ അടുത്ത പേജ് മറ്റൊന്നായിരുന്നു. 1916 ഖത്തർ ബ്രിട്ടനോടൊപ്പം ഒരു കരാർ ഒപ്പുവെച്ചു, ട്രീറ്റി ഓഫ് പ്രൊട്ടക്ഷൻ. അതിലൂടെ ഖത്തറിന് ആഭ്യന്തര ഭരണാധികാരമുണ്ടായിരുന്നു. പക്ഷേ വിദേശകാര്യങ്ങളും പ്രതിരോധവും ബ്രിട്ടൻ നിയന്ത്രിച്ചു. അത് പ്രൊട്ടക്ഷൻ ആയിരുന്നു. അതിനാൽ ഫ്രീഡം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഖത്തറുകാർക്ക് അന്നേ മനസ്സിലായി. പിന്നീട് 1940കളിൽ എണ്ണയുടെ കണ്ടെത്തലാണ് എല്ലാം മാറ്റിയത്. ഓയിൽ, അതാണ് ഖത്തറിൻ്റെ ഭാഗ്യം മാറ്റിയത്. പണം ലഭിച്ചു, വികസനം തുടങ്ങി. പക്ഷേ മനസ്സിലായി, യഥാർത്ഥ വളർച്ച സ്വന്തമായ ഭരണം കിട്ടിയാലാണ് പൂർണ്ണം. ഓയിൽ ഗേവ് ദ വെൽത്തി, ബട്ട് ഫ്രീഡം ഗേവ് ദ ഡയറക്ഷൻ. 1971 ബ്രിട്ടൻ പ്രദേശത്തു നിന്നും പിന്മാറാൻ തീരുമാനിച്ചു. അന്നാണ് ഖത്തർ തൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. 1971 സെപ്റ്റംബർ 3. ആ ദിവസം ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനി ഖത്തറിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി പ്രഖ്യാപിച്ചു. ദാറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഡേറ്റ്, ഇറ്റ്സ് എ ഡേ വെൻ എ നേഷൻ ടുക്ക് കൺട്രോൾ ഓഫ് ഇറ്റ്സ് ഓൺ ഡെസ്റ്റിനി. തുടർന്ന് ഖത്തർ യുണൈറ്റഡ് നേഷൻസിലും അറബ് ലീഗിലും അംഗത്വം നേടി. അതായിരുന്നു ഒരു പുതിയ കാലത്തിൻ്റെ തുടക്കം. ഇന്ന് ഖത്തർ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും പുരോഗമനാത്മകവുമായ രാജ്യങ്ങളിൽ ഒന്നാണ്. ഡിസേർട്ടിൽ നിന്നും ഡിജിറ്റൽ വേൾഡ് വരെ എത്തിയ ഈ യാത്ര വിജയത്തിൻ്റെ മികച്ച ഉദാഹരണം തന്നെയാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, കൾച്ചർ, സ്പോർട്സ് എല്ലാം വേൾഡ് ക്ലാസ്. ഖത്തർ വിഷൻ 2030 അതിൻ്റെ തെളിവാണ്. ഫ്രീഡം ഗേവ് വിങ്സ് ടു പ്രോഗ്രസ് ആൻഡ് ലുക്ക് ഹൗ ഹൈ ദിസ് നേഷൻ ഹാസ് എ ഫ്ലോൺ. ഇത് കാണുമ്പോൾ തോന്നും, സ്വാതന്ത്ര്യം ഒരു ദിവസം മാത്രമല്ല, അത് ഓരോ നിമിഷത്തിലും ജീവിക്കുന്ന ഒരു ആത്മാവാണ്. ഖത്തറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് ഫിഫ വേൾഡ് കപ്പ് 2022. ഇത് ആദ്യമായിട്ടാണ് മിഡിൽ ഈസ്റ്റ് ഒരു ഫിഫ വേൾഡ് കപ്പ് സംഘടിപ്പിച്ചത്. അതും ചെറിയ രാജ്യം എന്നാൽ ലോകം മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഇവന്റ് നടന്നത്. ഖത്തറിൻ്റെ യാത്ര ഈ നേട്ടത്തിലേക്ക് 12 വർഷം മുൻപ് തുടങ്ങിയതാണ്. 2010 അവർക്ക് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഹോസ്റ്റ് റൈറ്റ്സ് ലഭിച്ചു. അതിനുശേഷം ലിറ്ററലി മരുഭൂമിയെ സ്വർഗമാക്കി മാറ്റിയാണ് അവർ തയ്യാറെടുപ്പ് ആരംഭിച്ചത്. ലുസൈൽ സ്കൈലൈൻ, വർക്കേഴ്സ് മെട്രോ, 8 വേൾഡ് ക്ലാസ് സ്റ്റേഡിയംസ്, ഹോട്ടൽസ്, പബ്ലിക് പാർക്സ് എല്ലാം പുതുതായി. ലുസൈൽ സ്റ്റേഡിയം, അൽ ബൈത്ത്, 974 സ്റ്റേഡിയം ഓരോന്നും ഖത്തറിൻ്റെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. 974 സ്റ്റേഡിയം ഫുൾ ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്. സസ്റ്റൈനബിലിറ്റി ആൻഡ് വേൾഡ് എക്സാമ്പിൾ. വേൾഡ് കപ്പ് ഇൻ വിൻ്റർ, ഫസ്റ്റ് എവർ. സാധാരണയായി വേൾഡ് കപ്പ് വേനലിലാണ് നടക്കാറ്. പക്ഷേ ഖത്തറിൽ അതിനാകില്ല. അതിനാൽ ഹിസ്റ്ററി തന്നെ മാറ്റി ഫസ്റ്റ് എവർ വിൻ്റർ വേൾഡ് കപ്പ്, നവംബർ ടു ഡിസംബർ 2022. തണുത്ത സ്റ്റേഡിയങ്ങൾ, അത്യാധുനിക കൂളിംഗ് ടെക്, പ്ലെയേഴ്സിനും ഫാൻസിനും കംഫർട്ട് ടെക്നോളജി, ഇന്നോവേഷൻ, ഖത്തർ സിഗ്നേച്ചർ സ്റ്റൈൽ. ഈ വേൾഡ് കപ്പ് വെറും ഫുട്ബോൾ മത്സരമല്ലായിരുന്നു, അതൊരു കൾച്ചറൽ സെലിബ്രേഷൻ ആയിരുന്നു. ലോകം മുഴുവനുമുള്ള ആളുകൾ ഒരുമിച്ചെത്തിയപ്പോൾ ഖത്തർ അവരുടെ അതിഥി സത്കാരം, സുരക്ഷ, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം വേൾഡ് ക്ലാസ്സായി തെളിയിച്ചു. ഫാൻസ് ഡാൻസിങ്, സൂക്ക് വാക്കിഫ് സെലിബ്രേഷൻ, മെട്രോ ക്രൗഡ്. 100 കണക്കിന് ഫാൻസുകൾ ദോഹയുടെ തെരുവുകളിൽ ഒരുമിച്ചു, ചിരിച്ചു, പാടി, ആഘോഷിച്ചു. ഒരു രാജ്യത്തിൻ്റെ സ്നേഹം, സംസ്കാരം, ഓപ്പൺനെസ് ലോകം മുഴുവൻ കാണാൻ കഴിഞ്ഞു. ലുസൈൽ സ്റ്റേഡിയം വിറ്റ്നസ്ഡ് ഫോർഗെറ്റബിൾ ജംസ്. ഇതെല്ലാം ഇവിടെ നിന്നാണ് ലോകം കണ്ടത്. ഫൈനൽ മാച്ച് അർജന്റീന വെസ്റ്റ് ഫ്രാൻസ്. അതായിരുന്നു ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും ആവേശകരമായ മത്സരം.
മെസ്സി കപ്പെടുത്തത്. ഇറ്റ്സ് ഗ്രേറ്റ് മാൻ. ഖത്തർ വേൾഡ് കപ്പ് സംഘടിപ്പിച്ചതല്ലാതെ പിന്നീട് ലോകത്തിനു വേണ്ടി ഒരു മോഡൽ സൃഷ്ടിച്ചു. ഇക്കോ ഫ്രണ്ട്ലി സ്റ്റേഡിയം, കാർബൺ ന്യൂട്രൽ പ്ലാൻസ്, സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ, ടൂർണമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ചില സ്റ്റേഡിയങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് ഗിഫ്റ്റായി അയച്ചു. ട്രൂ ലെജൻഡ്സ്. From desert to sand to global stage, Qatar did not just host the World Cup, Qatar redefined it. ഇനി നമുക്ക് പുറത്തേക്ക് കടക്കാം. പുറത്തുനിന്നുള്ള വഴിയാണ് കാണുന്നത് ഗായ്സ്. ലെറ്റ്സ് ഗോ. പുറത്ത് ഇതാ നമുക്ക് ക്യാമൽ ആൻഡ് ഫാമിലി നിൽക്കുന്ന ഒരു സ്റ്റാച്ചു കാണുന്നുണ്ട്. എല്ലാവരും അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി അതിലൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് അവർ ഔട്ട് സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പരമ്പരാഗത രീതികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. വീണ്ടും ഒരു എൻട്രൻസ് കാണുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയേക്കാം. ഈ ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് അവിടെ ബോർഡിലുണ്ടായിരുന്നത്. അതുപോലെ സം എക്സിബിഷൻസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കും. ഇപ്പോൾ ടർട്ടലിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്ന എക്സിബിഷൻ നടക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കും പോവാം, കവർ ചെയ്യാം. അയ്യോ, ഇതാണ് ഗിഫ്റ്റ് ഷോപ്പ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാം മേടിച്ചുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. സ്മോൾ ഗിഫ്റ്റും ഫോട്ടോ ഫ്രെയിംസും എല്ലാം ഖത്തറിൻ്റെ അടിപൊളി. യെസ്, ഇതാണ് ഫ്രണ്ട്സ് ഇവിടെ നടക്കുന്ന എക്സിബിഷൻ. ലമസ റിട്ടേൺ ബൈ മൂൺലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. കടലാമങ്ങളുടെ ജീവിതയാത്രയും അവയുടെ ശരീരഘടനകളും പ്രയാണ പദങ്ങളും എല്ലാം അത്ഭുതകരമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കടലിൻ്റെ അടിത്തട്ടൊക്കെ പോലെ സെറ്റാക്കിയിട്ടുള്ളത്. വെറും ആർട്ടായിട്ടില്ല തോന്നുന്നത്. ഒരു അനുഭവം നമുക്ക് കടലിനിടയിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന പോലെയൊക്കെ തോന്നും. ലൈറ്റ്, സൗണ്ട്, മൂവ്മെൻറ്റ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഖത്തറിൻ്റെ കടലുകളിൽ ഈ ജീവികൾ തലമുറകളായിട്ട് തിരികെ വരുന്ന ആഴമുള്ള കഥകൾ പറയുന്നുണ്ട്. പ്രകൃതിയോടുള്ള ബന്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവം കൂടിയാണത്. നൈസായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിൻ്റെ ഉള്ളിൽ ഗെയിംസും വലിയ കുറേ സ്ക്രീൻസൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ആമകളുടെ ലൈഫ് സ്റ്റൈലാണ്, അതിൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. ഇതിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ.
ഇനി നമുക്ക് മ്യൂസിയമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കഫേ ഉണ്ട്, നല്ലൊരു ആംബിയൻസോട് കൂടി കോഫിയൊക്കെ കുടിച്ചിരിക്കാം. പിന്നെ ഫാമിലി സോൺ ഉണ്ട്, അവിടെ ആളുകളൊക്കെ ശാന്തമായിരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്, ചിലർ ഫോട്ടോ എടുക്കുന്നുണ്ട്. കിഡ്സിനൊക്കെ ഇപ്പോൾ ചില്ല് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്ലേസുകളുണ്ട്. പിന്നെ 7 Year ഷോപ്പിൽ ഷോപ്പുണ്ട്, ഇത് ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്, വേറൊരു ഷോപ്പുണ്ട്. അവിടെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റം, ഡെസേർട്ട് റോസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് പർച്ചേസിങ് ഒരു ട്രാവൽ മെമ്മറിയൊക്കെ ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഡെസേർട്ട്സ് റോസ് സ്കൾപ്ചർ, അതാണ് ഈ മ്യൂസിയത്തിൻ്റെ മുഖച്ചിഹ്നം. ഖത്തറിൻ്റെ പ്രകൃതിയെയും സംസ്കാരത്തെയും ഒരുമിച്ച് പ്രതിനിധാനം ചെയ്യുന്ന മാസ്റ്റർ പീസ്. അതിൻ്റെ ഷേപ്പ് ഡെസേർട്ട് സാൻഡിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഡെസേർട്ട് റോസ് ക്രിസ്റ്റൽസിൽ നിന്നാണ് പ്രചോദനമെടുത്തത്. സൺസെറ്റ് സമയത്താണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ കാണേണ്ടത്. അത് ഞാൻ സൺസെറ്റ് സമയത്തല്ല പോയത്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ അത് വലിയൊരു മിസ്സായി എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. സൺസെറ്റ് കണ്ടിട്ട് വേണം അത്ര പോകാൻ. ഇത് ഖത്തറിൻ്റെ സ്റ്റോറി തന്നെയാണ്. സാൻഡ് മുതൽ സ്കൈലൈൻ വരെയുള്ള ഒരു യാത്രയുടെ പ്രതീകം. അതാണ് ഇതിൻ്റെ ഷേപ്പ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്ത സമയം ടോട്ടലി വർത്ത് ഇറ്റാണ്. കൾച്ചർ, ഹിസ്റ്ററി, ആർക്കിടെക്ചർ, ആർട്ട് എല്ലാം ഒരുമിച്ച് ഫീൽ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ. ദോഹയിലേക്കുള്ള യാത്രയിൽ ഈ സ്ഥലം സ്കിപ്പ് ചെയ്യരുത്. ഇതൊരു മ്യൂസിയം അല്ല, ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, കീപ് എക്സ്പ്ലോറിങ് ഖത്തർ വിത്ത് മീ. Bye.